ഇത് അമൂല്യമായി വരുന്ന വാഹനം, ഒപ്പം തന്നെ മറ്റ് ഡേഞ്ചർ പ്രവർത്തകരുമായി വരുന്ന പോലീസിൻ്റെ വാഹനമാണ്. വളരെ സംഭവബദ്ധമായ ഒരു ഇതുവരെ ഈ പോലീസിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് ശേഷം അൻവർ നടത്തിയ പ്രതികരണങ്ങളടക്കം നമ്മൾ ഇതിനോടകം പലവരും കേട്ട് കഴിഞ്ഞു. അൻവറിൻ്റെ ഏറ്റവും കൂടുതൽ ആശുപത്രി വെച്ച് തന്റെ പോരാട്ടം തുടരുമെന്ന് തന്നെ അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ കൊടുക്കുവോ? ജാമ്യഹർജി രാവിലെ കൊടുക്കുവോ? അദ്ദേഹത്തെ ഒരു വാക്ക് പോലും ഏറ്റവും സ്വഭാവികളായിട്ടുള്ള തലവന്മാരാണ് കണ്ണൂരിൽ ഉള്ളത് എന്ന് പറയാറുണ്ട്. കാരണം ഒരു പുതിയ ജയിൽ എന്ന രീതിയിൽ, അല്ലെങ്കിൽ തുറന്ന ജയിൽ എന്ന രീതിയിൽ തവനൂരിലെ പുതിയ ജയിലാണ്, തുറന്ന ജയിലാണ്. ഏറ്റവും സ്വഭാവികളായിട്ടുള്ള തലവന്മാരാണ് കണ്ണൂരിൽ ഉള്ളത് എന്ന് പറയാറുണ്ട്. കാരണം ഒരു പുതിയ ജയിൽ എന്ന രീതിയിൽ ഒടുവിൽ അങ്ങ് ജയിലിലേക്കല്ലേ? എന്താ പറയാനുള്ളത്? അദ്ദേഹത്തെ തീർച്ചയായും നാളെ രാവിലെ തന്നെ, നാളെയല്ല ഇന്ന് ചെയ്യുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്നത് നിരവധിയായ പോലീസുകാരായിരുന്നു. പോലീസിനെ അങ്ങോളം ഇങ്ങോളം വീടിന്റെ ചുറ്റുപാടും വിന്യസിച്ചിരിക്കുകയായിരുന്നു. ആ കവാടം കടന്ന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കയറാനുള്ള സാഹചര്യമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നീട് ഡിവൈഎസ്പി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ സമയത്തും അദ്ദേഹം പറഞ്ഞത് അറസ്റ്റ് നടപടികളെല്ലാം താൻ സഹകരിക്കും, ഒരു പ്രശ്നവുമില്ല, ഏത് നടപടിയും നേരിടാൻ താൻ തയ്യാറാണ് എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ അറസ്റ്റ് നമ്പർ നോക്കട്ടെ. കുട്ടികളെ